ഹലോ നമസ്കാരം. നമ്മൾ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ട് കുറേ നാളുകളായി. തമ്പനയിൽ സൂചിപ്പിച്ചേക്കുന്ന പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ശിവരാത്രി സ്പെഷ്യലാണ് കേട്ടോ. ശിവരാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലെ മണപ്പുറം മഹാദേവ ക്ഷേത്രമാണ്. കേരളത്തിലേക്ക് വെച്ച് തന്നെ ശിവരാത്രി ഏറ്റവും കെങ്കേമമായി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാല്ലേ. ഓഫ് ടു വണ്ടർലാൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂട്ടുകാർക്ക് എവർക്കും സ്വാഗതം. ഭാരതത്തിലെ പ്രധാനപ്പെട്ട 108 ക്ഷേത്രങ്ങളിലൊന്നാണ് മണപ്പുറം മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശിവലിംഗം ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതല്ല എന്നുള്ളതാണ്. സ്വയംഭൂവായ ശിവലിംഗം പെരിയാർ നദിയിൽ നിന്നും ഉദ്ഭവിച്ചുവെന്നും അത് പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. കുംഭമാസത്തിൽ നടക്കുന്ന ശിവരാത്രി മഹോത്സവമാണ് ഈ അമ്പലത്തെ വളരെ പ്രശസ്തമാക്കുന്നത്. ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഈ കാണുന്ന മണപ്പുറത്ത് ഉറക്കമൊഴിച്ച് പ്രാർത്ഥനയിൽ മുഴുകും. അടുത്ത ദിവസം രാവിലെ പിതൃക്കൾക്ക് ബലിയിടുന്ന ചടങ്ങും നടത്തപ്പെടും. ശിവരാത്രിക്ക് മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ മരിച്ച ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യം. ശിവരാത്രി കൂടാതെ കർക്കടകവാവിനും ഇവിടെ ധാരാളം ഭക്തർ ബലിയിടാൻ വരാറുണ്ട്. പെരിയാർ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ ശിവലിംഗം വെള്ളത്തിനടിയിലാകുകയും ആ സമയത്ത് ഒരു പ്രതീകാത്മക തിടമ്പ് വച്ച് പൂജ നടത്തുകയും ചെയ്യും. ആ സമയത്ത് ക്ഷേത്രത്തിന്റെ റൂഫ് വരെയൊക്കെ വെള്ളം പൊങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ മാർത്താണ്ഡവർമ്മ പാലം കാണാം. 1940 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തമ്പുരാനാണ് പെരിയാറിന്റെ 2 കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം പണികഴിപ്പിച്ചത്. ഒമിക്രോണിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാ വർഷവും ആലുവ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടത്തിയിരുന്ന വ്യാപാര വിപണന മേള ഈ വർഷം ഒഴിവാക്കിയിരിക്കുകയാണെന്നത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേ ഈ മഹാമേളയിൽ എത്തിച്ചേരാറുണ്ടായിരുന്നു. സാധാരണ ഈ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലം ഈ സമയമൊക്കെ ആകുമ്പോൾ കച്ചവടക്കാരെ കൊണ്ട് നിറയേണ്ടതായിരുന്നു. ഈ വർഷം വളരെ കുറച്ച് കച്ചവടക്കാരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ.
എല്ലാ വർഷവും ഇവിടുത്തെ വ്യാപാരമേള കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കയ്യിലുണ്ടാവാറുള്ളത് കുറേ ചോളവും കരിമ്പും ഒക്കെയാണ്. അമ്മയുടെ കയ്യിലാണെങ്കിൽ കുറേ മൺചട്ടിയും കലവും ചെടികളും പാറ്റയെ ഓടിക്കാനുള്ള മരുന്നൊക്കെ ഉണ്ടാവും. ആ വ്യാപാരമേള ഈ വർഷം ഏതായാലും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷവുമ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയാവട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ശിവരാത്രി മണപ്പുറത്തെ ഈ എപ്പിസോഡ് കൂട്ടുകാർക്ക് ഏവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരേക്കും ഗുഡ് ബൈ.